ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 2025 നമ്മുടെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്. നമ്മുടെ റൂട്ടീനൊക്കെ ഇനി ഒന്ന് കറക്റ്റാക്കി എടുക്കണം. ഇതുവരെ അമ്മ ഉണ്ടായിരുന്നു വീട്ടിൽ, ഇന്ന് അമ്മ വീട്ടിലേക്ക് പോവാണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ അടുത്ത ദിവസം, അതായത് ജനുവരി 2-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഇന്ന് വോയിസ് കൊടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഒന്നാമതായിട്ട് വയ്യായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുത്ത് വയ്ക്കുന്നുണ്ടെങ്കിലും ഇത് വോയിസ് കൊടുക്കാൻ ഇപ്പോഴും എൻ്റെ വോയിസ് നല്ലപോലെ ക്ലിയർ ആയിട്ടില്ല. ആ ഒറ്റ കാരണം കൊണ്ടാണ് വോയിസ് കൊടുക്കാതിരുന്നത്. വോയിസ് കൊടുക്കാനും പിന്നെ എഡിറ്റ് ചെയ്യാനും ഒന്നും വയ്യായിരുന്നു. ഈ വീഡിയോ ഇന്നലെ ഞാൻ ഹോസ്പിറ്റലിൽ അണ്ണനെയും കൊണ്ട് ചെക്കപ്പിന് പോയായിരുന്നു. അപ്പോഴും വണ്ടിയിലിരുന്ന് അങ്ങോട്ട് തിരുവനന്തപുരത്തോട്ട് പോകുന്ന വഴിക്ക് വണ്ടിയിലിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നാൽ പിന്നെ ഇത് ഇന്ന് അങ്ങ് വോയിസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അമ്മ ഇന്ന് പോയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പഴയപടി ആക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ടു ഡു ലിസ്റ്റൊക്കെ എഴുതി ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ഇത്രയും നാൾ ടു ഡു ലിസ്റ്റൊന്നും എഴുതുന്നില്ലായിരുന്നു. കാരണം അമ്മയുടെ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൂടിയിട്ട് ചെയ്യുമ്പോൾ പിന്നെ ടു ഡു ലിസ്റ്റ് ഒന്നും എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലേ. അണ്ണനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അടുത്ത ദിവസം എനിക്കും വയ്യാതായിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ അമ്മയോട് വന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതുകൊണ്ടാണ് പിന്നെ അമ്മയോട് വന്ന് നിന്നത്. പിന്നെ എനിക്ക് കടയിൽ വരാതിരിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ. കട അടച്ചിട്ട് ബുദ്ധിമുട്ടാണല്ലോ കട അടച്ചിടുന്നത്. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് അമ്മ പോയി ചായയൊക്കെ ഇട്ട്, നമ്മുടെ അമ്മമാർ നമ്മുടെ വീട്ടിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അമ്മയുടെ അടുത്ത് അങ്ങോട്ട് പോയി നിൽക്കുമ്പോഴോ ഒക്കെ നമുക്കൊരിച്ചിരി മടി കൂടുമല്ലേ. അത് സ്വാഭാവികമാണല്ലോ. അങ്ങനെ ആ മടിയുടെ ഭാഗമായിട്ട് അമ്മ ചായയൊക്കെ ഇടുമായിരുന്നു. ഞാൻ ചായ ഇടുന്ന നടക്കൊന്നുമല്ല കേട്ടോ. അമ്മ ചായ ഇടുമ്പോൾ നല്ലപോലെ പൊക്കി ആറ്റി അങ്ങനെയൊക്കെ ഞാനോ ചായ ഇടും, അത്ര തന്നെ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മണിയണ്ണൻ ഈ മരുന്നൊക്കെ കഴിക്കുന്നത് കൊണ്ട് കോഴിമുട്ടയും ചൂടല്ലേ എന്ന് വെച്ചാൽ താറാമുട്ട കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കൊച്ചിൻ്റെ അടുത്ത്. അത് കൊണ്ടുവന്ന് ഞാനതെല്ലാം ഇങ്ങനെ പറക്കിയൊക്കെ വയ്ക്കുമായിരുന്നേ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ദോശയും മുട്ടക്കറിയായിരുന്നു. പിന്നെ മുട്ടയൊക്കെ കഴുകി അത് വേവിക്കാനൊക്കെ എടുത്ത് വയ്ക്കുമായിരുന്നു. അത് വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിവെപ്പും ഒക്കെ അതിൻ്റെ കൂടെ അങ്ങ് നടക്കുമല്ലോ എന്ന് വെച്ച് മുട്ട അടുപ്പിലോട്ട് വേവിക്കാൻ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഈസി മുട്ടക്കറിയുടെ റെസിപ്പി പറഞ്ഞുതരാം. ഈസി കുക്കർ മുട്ടക്കറി. അതിനായിട്ട് നമുക്ക് ഒരു ആവശ്യത്തിന് സവാളയും പച്ചമുളക്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാവേ. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി അതല്ലാതെ അവരവരുടെ എരിക്കനുസരിച്ചൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിവിടെ എരി കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ചേ ചേർക്കത്തുള്ളൂ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൂടെ നമുക്ക് മല്ലിയിലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. എൻ്റെ മറ്റേ കടയിൽ നിന്ന് മേടിക്കുന്ന മല്ലിയില തീർന്നു പോയതുകൊണ്ട് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആഫ്രിക്കൻ മല്ലിയിലയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അതോടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുക്കറിൽ വെച്ച് 1-2 വിസിൽ വന്നാൽ മതി. വെള്ളം ചേർക്കുന്ന ഭാഗം സ്കിപ്പായിപ്പോയതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അല്ലാതെ വഴറ്റി ഉള്ളിയൊക്കെ എണ്ണയിൽ വഴറ്റി കറി വെക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. രാവിലെ സമയം കുറവുള്ളവർക്ക് ഇങ്ങനെയുള്ള ഈസി മെത്തേഡുകൾ ഉപകാരപ്രദമാകും. അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഉൾപ്പെടുത്തി പോകുന്നത്. ഞാൻ കൂടുതലും ഇങ്ങനെ ഈസി കൊസി റെസിപ്പികളാണ് നോക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ദോശയും കൂടി ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ദോശയും മുട്ടക്കറിയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഈ പ്ലേറ്റിലൊക്കെ ഒന്ന് വിളമ്പി കാണിക്കുന്നത്. നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലാണ് കൂടുതലും കഴിക്കുന്നത്. നീലൂട്ടി ഉണ്ടല്ലോ, നമ്മുടെ കൂടെ ഇരിക്കുമ്പം എൻ്റെ അണ്ണൻ്റെയും കൂടെ ഒക്കെ ഇരുന്ന് നല്ല വൃത്തിയായിട്ട് കഴിക്കും. അമ്മയെ കണ്ടു കഴിഞ്ഞാൽ രമ്യയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഉടായ്പാണ്, കഴിക്കാനൊക്കെ ഭയങ്കര പാടാവക്ക്. ഇപ്പം അമ്മ വന്നപ്പം ആൾ വന്നതാണ് അമ്മയുടെ കൂടെ. അപ്പോൾ ഇന്ന് പോവുകയാണ്. കുഞ്ഞ് പോകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഉണ്ടെങ്കിൽ അപ്പേന്ന് വിളിച്ചിങ്ങനെ പുറമെ നടക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതും അറിയത്തില്ലായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ കഴുകാനിട്ടാണ്. അത് തുണി കഴുകാനിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജോലി തീരുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീൻ അതിൻ്റെ പണി അവിടെ കഴിച്ച് വയ്ക്കുമല്ലേ. ഇപ്പോൾ പിന്നെ അമ്മ ഉണ്ടായതുകൊണ്ട് ഞാൻ പോരുന്നു കഴിഞ്ഞാലും അമ്മ അങ്ങ് നോത്തിടുകയും ചെയ്യും. പിന്നെ വന്ന് മീൻ കറി വെച്ചു, മീൻ വറുത്തു, മോര് കറി വെച്ചു. മോര് കറി ഞാനിങ്ങനെ കൊച്ചു മംഗലത്തിലാണ് വെക്കുന്നത്. അങ്ങനെ വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ അമ്മ പാവയ്ക്ക മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജോലിയൊക്കെ ആൾമോസ്റ്റ് കഴിഞ്ഞു. നമ്മൾ നീലൂട്ടിയെ ഒരുക്കുവാണ് കേട്ടോ പോവാനായിട്ട്. നീലൂട്ടിക്ക് വന്നിട്ട് പോകാൻ ഭയങ്കര വിഷമമായിരുന്നു, പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അപ്പം രമ്യയ്ക്ക് അവിടെ നിന്ന് ടൂറിന് പോകണം, അവരുടെ ക്ലാസ്സിൽ നിന്ന് ടൂറിന് പോകുന്നുണ്ട്. അപ്പം കുഞ്ഞിവിടെ നിന്നാൽ രമ്യ കുഞ്ഞിനെ ഇല്ലാതെ സിതുക്കുട്ടനെയും കൊണ്ട് പോവുമോ എന്ന് പേടിച്ചിട്ട് പിന്നെ കുഞ്ഞങ്ങ് പോകാൻ ഒരുങ്ങിയതാണേ.
ഞാൻ സ്കൂളിൽ പോകുന്നില്ല അപ്പേ, ഇവിടുന്ന് പാപ്പേ, ഇവിടുന്ന് വണ്ടിയിൽ പാം എന്നൊക്കെ പറഞ്ഞ് നിന്നായിരുന്നു. പിന്നെ ഈ ടൂറിൻ്റെ ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോള് പോകാനൊരുങ്ങിയത്. അതിനിടയ്ക്ക് പറഞ്ഞു തരുമായിരുന്നു, അപ്പേ അമ്മ ഇങ്ങനെയല്ല അപ്പേ കെട്ടുന്നേ, അങ്ങനെ അപ്പേ എന്നൊക്കെ പറഞ്ഞു തരും. എനിക്കങ്ങാണ്ടറിയാവോ അവരമ്മ എങ്ങനെ കെട്ടുന്നത്. പിന്നെ എനിക്ക് എന്നെ കൊണ്ടൊക്കുന്ന രീതിയിൽ ഞാൻ കെട്ടി കൊടുത്തൊക്കെ അങ്ങ് വിട്ടയാ. പിന്നെ പോകുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അവർ ഇത്രയും ദിവസം നിന്നിട്ട് പോകുമ്പോൾ നമുക്കതിൻ്റേതായ വിഷമമൊക്കെ ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ വീട്ടിനകത്തൊരു അനക്കമായിരുന്നു. കുഞ്ഞുള്ളപ്പോൾ എപ്പോഴും പുറമെ അപ്പേ അതെന്തിയേ ഇതെന്തിയെന്ന് ചോദിച്ചിങ്ങനെ നടക്കുമായിരുന്നു പുറമേന്. അപ്പം പോകുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ അവർ രണ്ടും വീട്ടിലോട്ട് പോയി, ഞാൻ കടയിലോട്ടും പോരുന്നു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഈ വീഡിയോ എടുത്തത് ഇനി ഇരിപ്പോണ്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇനി പെട്ടെന്ന് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസുമായി എത്തുന്നവരേക്കും ടാറ്റാ ബൈ ബൈ.